Hi, welcome you all to Kerala School Tuition YouTube channel. Today we are going to discuss class 8 Social Science chapter 1. Okay, last day and ഇതിൻ്റെ ഒരു full introduction നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. How you need to focus on the whole book. അതിൻ്റെ സിലബസ് എങ്ങനെ നോക്കണം, അതിൻ്റെ ചാപ്റ്റേഴ്സിനെ എങ്ങനെ കമ്പയർ ചെയ്യണം, ഏത് രീതിയിൽ നിങ്ങളതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനും ഓർത്തിരിക്കാനും പറ്റും എന്ന രീതിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മാർക്കിങ്ങുകളാണ് ഇതൊക്കെ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സ്റ്റോൺ ഏജ് ഇൻ ദിസ് ചാപ്റ്റർ. ഇതാണ് സ്റ്റോൺ ഏജ് ഇൻ ദിസ് ചാപ്റ്റർ. സ്റ്റോൺ ഏജിൽ തന്നെ ഏതെല്ലാം ഏജ് ഉണ്ട്? പാലിയോലിത്തിക് ഉണ്ട്, മീസോലിത്തിക് ഉണ്ട്, നിയോലിത്തിക് ഉണ്ട്, ചാൽക്കോലിത്തിക് ഉണ്ട്. ഓക്കെ, സോ എന്താ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹിസ്റ്ററി ടുഡേ. യെസ് ഓർ നോ? സോ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് സംതിങ് ദാറ്റ് ഒക്കേർഡ് ബിഫോർ. അതായത് ഞാൻ ഈ സംസാരിക്കുന്ന ഈ മൊമെൻറ്റിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള എന്തും ഹിസ്റ്ററിയാണ്. ലാസ്റ്റ് സെക്കൻഡിൽ നടന്നത് ഹിസ്റ്ററിയാണ്. ഈ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ദാറ്റ്സ് എ ഹിസ്റ്ററി. ഇന്നലെ നടന്നതൊരു ഹിസ്റ്ററിയാണ്, മിനിയാന്ന് നടന്നൊരു ഹിസ്റ്ററിയാണ്, ലാസ്റ്റ് ഇയർ 2019 നടന്നതൊരു ഹിസ്റ്ററിയാണ്. യെസ് ഓർ നോ? അതിന് മുമ്പ് 2000 നടന്നതൊരു ഹിസ്റ്ററിയാണ്. 1000 AD, ഇതെല്ലാം വർഷങ്ങൾ നമ്മൾ AD എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 1000 AD നടന്നത് ഒരു ഹിസ്റ്ററിയാണ്. AD ഫസ്റ്റ് നടന്നതൊരു ഹിസ്റ്ററിയാണ്. സോ ADക്ക് മുമ്പ് എന്തായിരുന്നു? BC. സോ BC 1 നടന്നൊരു ഹിസ്റ്ററിയാണ്. BC 100 നടന്നൊരു ഹിസ്റ്ററിയാണ്. BC 1000 നടന്നൊരു ഹിസ്റ്ററിയാണ്. BC 10,000, BC 1,00,000 ഇയേഴ്സ്. സോ ഇതെല്ലാം ഒരു ഹിസ്റ്ററിയാണ്. യെസ് ഓർ നോ? സോ നമ്മൾ ADയും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പ്ലസ് സൈൻ ഇട്ടിട്ട് AD എണ്ണം, ഇങ്ങോട്ട് നമ്മൾ മൈനസ് സൈൻ ഇട്ടിട്ട് AD എണ്ണം, അതായത് BC എണ്ണം. സോ ഇതാണ് BC 10 എന്ന് പറയുന്നത്. BC 100 എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. AD 10 ഇവിടെ വരുന്നത്. AD 100 ഇങ്ങോട്ടാണ് പോകുന്നത്. സോ കീപ് റിമെമ്പർ ദാറ്റ്. സോ BC 1,00,000 എന്ന് പറയുന്നതും ഒരു ഹിസ്റ്ററിയാണ്. പക്ഷേ നമുക്ക് അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഡു വി ഹാവ് അബൌട്ട് ദാറ്റ് പീരീഡ്? സോ BC 1,00,000 ഇയേഴ്സിനെ പറ്റി ഡു വി ഹാവ് എനി ഇൻഫോർമേഷൻ? ഹൗ വി വിൽ ഗെറ്റ് ദാറ്റ് ഇൻഫോർമേഷൻ? ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. സോ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് കൊറാബറേറ്റഡ് വിത്ത് സം എവിഡൻസ്. ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് സപ്പോർട്ടഡ് വിത്ത് സം റെക്കോർഡ്സ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ BC 1,00,000 ഇയറിലൊന്ന് നമുക്ക് പോയിട്ട് ആ സമയത്തെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു, ഹൗ ഹ്യൂമൻ വാസ് ലീവിങ് അറ്റ് ദാറ്റ് ടൈം, ആക്ച്വലി നമുക്കൊരു പ്രൂഫും കിട്ടിയിട്ടില്ല, റെക്കോർഡും കിട്ടിയിട്ടില്ല. അപ് ടു ദാറ്റ് ടൈം വരെ നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് നമ്മളുടേതായ ഒരു പിക്ചർ ഉണ്ടാക്കാൻ. അതേസമയത്ത് BC 1000 വരെ, BC 10,000 വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുവിധം കിട്ടിയിട്ടുണ്ട് വിത്ത് പല സ്റ്റോൺ ഒബ്ജക്ട്സിനകത്തെ കാർവിങ്ങിലൂടെ. അതൊരു റെക്കോർഡിങ്സാണ്. സോ ഈ ഡിഫറെൻറ്റ് റെക്കോർഡിങ്സ് ഏത് ടൈപ്പ് ആവാം? നമ്മളിപ്പോൾ കണ്ട ഇലക്ട്രോണിക്സ് റെക്കോർഡിംഗ് ആവാം ഇപ്പോഴത്തെ, അല്ലെങ്കിൽ ബുക്സ് ആകാം, റിട്ടൺ പ്രിൻ്റഡ് ആകാം, അല്ലെങ്കിൽ വുഡിനകത്തോ ലീഫിനകത്തോ റോക്കിനകത്തോ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും, കാർവിങ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കൊത്തി വെച്ചിരിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം ഒരു റെക്കോർഡുകളാണ്. സോ ഈ റെക്കോർഡുകളിൽ നിന്നുള്ള ഇൻഫോർമേഷൻ വെച്ച് നമുക്ക് നമ്മളുടേതായ ഒരു ക്ലിയർ പിക്ചർ മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ടൈമിലുള്ള ഹിസ്റ്ററി നമ്മൾ അക്കൗണ്ട് ചെയ്യുകയുള്ളൂ നമ്മളുടെ പഠിത്തത്തിന് വേണ്ടി, സ്റ്റഡീസിന് വേണ്ടി. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? സോ in this class we are going to study about the Stone Age, or the period during which the human being used stone. The period during which human never crossed the age of stone. So age of stone കഴിഞ്ഞെന്താ വരുന്നത്? ഏജ് ഓഫ് സ്റ്റോണിന് ശേഷം വരുന്നത് ഏജ് ഓഫ് മെറ്റലാണ്. സോ നമുക്ക് സറൗണ്ടിങ് ആയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പോഴും സപ്പോസ് നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു വെച്ചോ, പെട്ടെന്നൊരു തെരുവ് പട്ടി നമ്മളെ കടിക്കാൻ വരുന്നു. നിങ്ങളെന്തോ ചെയ്യും? ഓക്കെ, എൻ്റെ വീട്ടിൽ ഗണ്ണിരിപ്പുണ്ട്, ഞാൻ പോയി ആ ഗണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ ഷൂട്ട് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കുമോ? ഇല്ല. പിന്നെ എന്തോ വിചാരിക്കും നിങ്ങൾ? ശരി, വീട്ടിൽ പഴശ്ശിയുടെ പഴയ വാളിരിപ്പുണ്ട്, ഞാൻ ആ ആ വാള് മീൻസ് സ്വോർഡ്, ആ സ്വോർഡ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഈ പട്ടിയെ കൊല്ലും എന്ന് വിചാരിക്കും നിങ്ങൾ? അല്ല. പിന്നെന്തോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെന്തോ ചെയ്യുന്നത് വെച്ചാൽ തൊട്ടടുത്ത് വല്ല കല്ല് കിടപ്പുണ്ടോ നോക്കും, ആ കല്ലെടുത്ത് പട്ടിയെ എറി കൊടുക്കും. ഇത്രയല്ലേ ഉള്ളൂ. സോ യു യൂസ്ഡ് സ്റ്റോൺ ഫോർ യുവർ മീൻസ്. സോ യു യൂസ്ഡ് സ്റ്റോൺ ടു മീറ്റ് യുവർ ഒബ്ജക്റ്റീവ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. യെസ് ഓർ നോ? സോ നിങ്ങൾ സ്റ്റോൺ യൂസ് ചെയ്ത ആളാ? സോ നിങ്ങൾ സ്റ്റോൺ ഏജിലുള്ള ആളാ?
ആർ യു ഗെറ്റിംഗ് ഇൻ? സോ സ്റ്റോൺ ഏജിലെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഗൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ സ്വോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ദെൻ വാട്ട് ഹി ഹാഡ് ഓൺലി വാട്ട് ഈസ് നാച്ചുറലി അവൈലബിൾ അറൗണ്ട് ഹിം. ഹി ഹാഡ് ഓൺലി സ്റ്റോൺ, ഹി ഹാഡ് ഓൺലി വുഡ്. യെസ് ഓർ നോ? സോ ഹി യൂസ്ഡ് ദാറ്റ് ഫോർ മീറ്റിംഗ് ഹിസ് objectives of the life. That's why this period is called Stone Age. So Stone Age is the period during which the human used stone for meeting his purposes, for meeting his objectives. യെസ് ഓർ നോ? സോ എല്ലാ ഹിസ്റ്ററിക്കും, ഹിസ്റ്ററി എന്ന് പറയുന്നതിനോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതിനോ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. സോ ലൈക്ക് ദാറ്റ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയിൽ പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, or the age in which first time stone used for meeting their purpose. ഇത് നോർമലി ഒരു ലോജിക്കലായിട്ട് ഡിറൈവ് ചെയ്യുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഹിസ്റ്ററി എവിടെ നിന്നാണ്? ആസ് എ പേഴ്സൺ, നിങ്ങൾ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഹിസ്റ്ററി ഏതാണ്? നിങ്ങൾ ജനിച്ച ആ ദിവസം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1990 ജനിച്ചവരാണോ, 2000 ജനിച്ചവരാണോ? സോ സപ്പോസ് 2001 ജനുവരി 10. സോ ദിസ് ഈസ് യുവർ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. യുവർ ഹിസ്റ്ററി സ്റ്റാർട്ട് ദെയർ. ആർ ഗെറ്റിംഗ് ദാറ്റ്? സോ ഈ സ്റ്റഡീസിൽ നമ്മൾ അതുപോലെ ഒരു ഹിസ്റ്ററി ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ചിലപ്പം BC 10,000, BC 20, 30, BC 1 lakh year ഒക്കെ ആകാം. പക്ഷേ വി കനോട്ട് ഗോ ദാറ്റ് ഫാർ ബിക്കോസ് വി ഹാവ് പ്രൂഫ് ഓൺലി അപ് ടു BC 10,000 മാക്സിമം. മനസ്സിലാവുന്നു? സോ ഡിപ്പെൻഡ്സ് upon that we have categorized the stone age into 3: പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. സോ പുരാതന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. മലയാളം വേർഡ്സ് കൂടെ ഈ മെയിൻ കൺസെപ്റ്റുകളുടെയൊക്കെ മലയാളം വേർഡ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടിരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതർവൈസ് യു വിൽ ലൂസ് യുവർ കോൺഫിഡൻസ്, യു വിൽ ലൂസ് യുവർ ആക്ച്വലി ഹോൾഡ് ഓൺ ദ മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജ് നമുക്ക് വിടാൻ പറ്റത്തില്ല. യെസ് ഓർ നോ? സോ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. സോ പാലിയോലിത്തിക് സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്താൽ, നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. സ്റ്റോൺ ഏജിനെ 3 നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. പാലിയോലിത്തിക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫേസ്. സോ ആദ്യത്തെ ടൈം ഞാൻ സ്റ്റോൺ എപ്പോഴാണ് യൂസ് ചെയ്തത് ആ സമയത്ത്. മീസോലിത്തിക് എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സ്റ്റോൺ ഏജ്. നിയോലിത്തിക് എന്ന് വെച്ചാൽ തേർഡ് stage of Stone Age. So if in the exam they are asking you, please describe about Paleolithic age, or please describe about write a short note on Mesolithic age, Neolithic age, you can start definition like this. Mesolithic age is the second stage of development of Stone Age period. So you go to one sentence. മനസ്സിലാവുന്നോ? It has the features of blah 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 blah. അത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ that's over. Fine. So Stone Age 3: Paleolithic, Mesolithic, Neolithic. See, Paleolithic, Mesolithic, Neolithic. ലിത്ത് എന്ന് വെച്ചാൽ ആക്ച്വലി പാറ എന്നാണ് അർത്ഥം. ഓക്കെ, റോക്ക് എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ലിത്തോസ്ഫിയറിനെ കുറിച്ച് പഠിക്കും. ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിനെ പോലെ ലിത്തോസ്ഫിയറിനെ കുറിച്ച് പഠിക്കും. നമ്മൾക്ക് എവിടെയെല്ലാം കര കാണാമോ, മീൻസ് ലാൻഡ് നിങ്ങൾക്ക് കാണാമോ, സ്ട്രോങ് ആയിട്ടുള്ള ഔട്ടർ റീജിയൻ നിങ്ങൾക്ക് കാണാമോ. എനിക്ക് തോന്നുന്നു ഈ ബുക്കിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ലിത്തോസ്ഫിയറിനെ കുറിച്ച്. അതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ദ വേർഡ് ലിത്തോ, ദ കീവേഡ് ലിത്തോ മീൻസ് ഇറ്റ് ഈസ് എ റോക്ക്, ഇറ്റ് ഈസ് സ്റ്റോൺ, സംതിങ് റിലേറ്റഡ് വിത്ത് ദാറ്റ്. ഓക്കെ. സോ പാലിയോലിത്തിക് എന്ന് വെച്ചാൽ പുരാതനമായ ശിലയാണ്. പാറയും ശിലയൊക്കെ ടെക്നിക്കലാണ്. ഓക്കെ. സോ റോക്ക്. സോ പുരാതനമായ സ്റ്റോൺ ഏജ്, പുരാതനമായ ശിലായുഗമാണ് ഈ പാലിയോലിത്തിക്. മീസോ എന്ന് പറഞ്ഞാൽ മിഡീവൽ പീരീഡിനെയാണ് ഈ മീസോ എന്ന് നമ്മൾ പറയുന്നത്, മധ്യം, മിഡിൽ. നിയോ എന്ന് വെച്ചാൽ പുതിയ. സോ പുതിയ ശിലായുഗം. പുതിയയ്ക്ക് നമുക്ക് ഇത്രയോടെ ടെക്നിക്കലായിട്ട് നവീന എന്ന് ചേർത്താൽ നവീന ശിലായുഗം. മനസ്സിലാവുന്നോ? So Stone Age classified into 3: Paleolithic age, Mesolithic age, Neolithic age. Then Chalcolithic age, in the sense here you use stone plus something, that is what is metal in the introduction vary. So Stone Age നിന്നും മെറ്റൽ ഏജ്, പ്യുവർ മെറ്റൽ ഏജിലോട്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ അതിനകത്തും ഐ ഹാവ് യൂസ്ഡ് സ്റ്റോൺ ആസ് എ പാർട്ട്. I haven't completely transformed into metal. That's why that's also considered under the Stone Age.
ആർ യു ഗെറ്റിംഗ് ദാറ്റ്? സോ സ്റ്റോൺ ഏജിനെ വളരെ പ്യുവറായിട്ട് സ്റ്റോൺ യൂസ് ചെയ്ത 3 സ്റ്റേജ് ആയിട്ടും ഓർ സ്റ്റോൺ ഏജിൽ നിന്നും മെറ്റലിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു ഏജ് ആയിട്ട് ചാൽക്കോലിത്തിക് ഏജിനെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. Yes or no? Are you getting that? So if you are remembering this chart, you can write all the points. So we will start with the Paleolithic that's there in the chapter. നമ്മളെപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ വാട്ട് വി ആർ ഡൂയിങ്, ആക്ച്വലി വി ആർ സ്റ്റഡിയിങ് ദ ബുക്ക്, നത്തിങ് എൽസ്. കാര്യം ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ എക്സാം. സോ നമുക്ക് ബുക്ക് നോക്കാം. സോ ചാപ്റ്റർ 1 സ്റ്റാർട്ടിങ് ലൈക്ക് ദിസ്, ഏർലി ഹ്യൂമൻ ലൈഫ്. ഇതിനകത്ത് ചെറിയൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. 2 പേര് കറങ്ങാൻ പോയപ്പോൾ അവർ അബദ്ധത്തിൽ ഒരു കേവിൽ ചെന്ന് പെടുന്നതാണ് പറയുന്നത്. ആ കേവിൽ അവർ നോക്കുമ്പോൾ എന്തോ നോക്കുന്നത്, കേവ് ഇത് ബിഫോർ സെഞ്ച്വറീസ് ഇത് ക്ലോസ് ആയിപ്പോയ അല്ലെങ്കിൽ സെഞ്ച്വറീസിൽ ആക്റ്റീവായിരുന്ന ഒരു കേവ് ആയിരുന്നത്. സോ അവിടെ ഒരുപാട് സീൻസ് അവർ കണ്ടു. ഇത് കണ്ടേ, ദ വാൾസ് ഓഫ് ദ കേവ് വെയർ കവേർഡ് വിത്ത് മൾട്ടി കളേർഡ് പെയിൻറ്റിങ്സ് ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ്. ഓക്കെ, സോ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? സോ ലോസ്കാക്സ് എന്ന് പറയുന്ന റീജിയണിൽ, ഫ്രഞ്ച് റീജിയണിൽ, ഫ്രാൻസിൽ ലോസ്കാക്സ് എന്ന് പറയുന്ന റീജിയണിൽ ഒരു കേവ് കണ്ടെത്തി. ആ കേവ് എന്ന് പറയുന്നത് ആക്ച്വലി പാലിയോലിത്തിക് ഏജിലുള്ള കേവായിരുന്നു. സോ ഈ പാലിയോലിത്തിക് ഏജിലുള്ള കേവിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് അവർ കണ്ടതെന്ന് വെച്ചാൽ, ദേ ഹാവ് സീൻ ആക്ച്വലി പെയിൻറ്റിങ്സ്, പിക്ചേഴ്സ്. സോ ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് മൾട്ടി കളേർഡ് ആയിരുന്നു. കീപ്പ് ഇൻ ദാറ്റ് അറൗണ്ട് 10,000 years ബാക്ക് മൾട്ടി കളേർഡ് പെയിൻറ്റിങ് അവർ വരച്ചിരുന്നു, വാളിലും റൂഫിലും എല്ലാം. സോ ഡിഫറെൻറ്റ് അനിമൽസ് വെയർ ദെയർ ഇൻ ദാറ്റ്. ദേ വെയർ ദ pictures drawn by the Paleolithic man. Several such cave paintings are we can see around the world. Okay, so Paleolithic age. ഇവിടെ ചോദ്യം ചോദിക്കുന്നത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്സ്? സോ പാലിയോലിത്തിക് ഏജിലെ ഡിഫറെൻറ്റ് കേവ് പെയിൻറ്റിങ്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അൽത്താമിറ സ്പെയിനിൽ നിന്നുള്ളത് ബോറിൻ്റെ പടം, ചവഡ് ഫ്രാൻസ് ഉള്ളത് ബിസോണ്, ഭിംബേദ്ക നമ്മുടെ ഇന്ത്യ മധ്യപ്രദേശിലെ ഭിംബേദ്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ്, ആ ആൾക്കാർ ഹ്യൂമൻസിൻ്റെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ആക്ടിവിറ്റി, ഹണ്ടിങ് ഭിംബേദ്ക ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹണ്ടിങ്, ഹണ്ടിങ് ചെയ്യുന്ന പടം കണ്ടോ? സോ ഹണ്ടിങ് റിലേറ്റഡ് പിക്ചേഴ്സ്. ഈസ് ദാറ്റ് ഓക്കെ? സോ why are they drawn inside the caves? എന്തുകൊണ്ടാണ് why are they drawn inside the caves? Because the people were inhabiting in the caves. Yes or no? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. So you have your own home. Here people were inhabiting inside a cave. People were inhabiting inside cave. Yes or no? സോ കേവിലാണ് സ്റ്റേ ചെയ്യുന്നതുണ്ടാവില്ല, കേവിൽ വരച്ചത്. ഡിസ്കസ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണപ്പെടുന്ന ഫീച്ചേഴ്സ് എന്താ? ഒന്ന്, മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് അനിമൽസ്. മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് അനിമൽസ്. പിന്നെന്താ ഉള്ളത്? ഇവിടെ നിങ്ങൾ എന്ത് കാണുന്നത്? ഹണ്ടിങ്ങിൻ്റെ പടം. ഓർ ഇറ്റ് ഹാസ് ഷോൺ ദർ ഹണ്ടിങ് പിക്ചേഴ്സ് ആൾസോ. ഹണ്ടിങ് പിക്ചേഴ്സ് ആൾസോ. പിന്നെന്താ പറയുന്നത്? സോ ഇതെന്തോ നിങ്ങൾ കാണുന്ന ഡാൻസ് ആണ്. ഓർ യു ക്യാൻ സേ സോഷ്യൽ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് റെപ്രസെൻ്റ്. ഓക്കെ, മനസ്സിലാവുന്നു നിങ്ങൾക്ക്? സോ വാട്ട് ആർ ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദ ഏർലി man can be obtained from these pictures? They hunted animals, they collectively engaged in recreational activities, they planned about hunting. ഓക്കെ, എന്തിനാണ് അവരിങ്ങനെ പിക്ചേഴ്സ് വരയ്ക്കുന്നത്? ഒന്നുകിൽ അവർ ആൾറെഡി ചെയ്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിലോ അവർ അടുത്ത ദിവസത്തെക്കുറിച്ചുള്ള പ്ലാനിങ് ചെയ്തിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റും? They ate flesh of animals. They ate flesh of animals. Yes or no? So now see the features of this cave painting. So features of cave painting ചോദിച്ചിട്ടില്ലേ? What are the features of cave painting? You can use this. Different colors were used in the cave paintings. So ഈ ഫീച്ചേഴ്സിൻ്റെ ആൻസറുകളാണിത്. ഒന്ന്, different colors were used in the cave painting. So the colors were made from mixtures of plant extract, also powdered laterite. ഒന്നുമില്ല, നമ്മുടെ പാറ പൊടിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കല്ലേ ഇല്ലേ, അതായത് ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ ചെങ്കൽ എന്നർത്ഥം. സോ പൗഡേർഡ് ലാറ്ററൈറ്റ്, ചെങ്കലിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മണ്ണോ അല്ലെങ്കിൽ പ്ലാന്റ് എക്സ്ട്രാക്ട്സോ. പ്ലാന്റ് എക്സ്ട്രാക്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെയൊക്കെ ഇല അരച്ചുള്ള കളർ, അന്നേരം പച്ച കളറൊക്കെ കിട്ടും. Okay. In addition to the figures of bison, boar,
that you see in the given pictures, the pictures of horse, lion, leopard, bear, hyena can also be seen in different caves. So this point നിങ്ങൾക്ക് എഴുതാം. A lot of animal figures are represented in the caves, such as bison, boar, horse, deer, lion, leopard, etc. Okay, so ഒന്ന് പോയിൻ്റായി, രണ്ടായി. മൂന്നാമത്തത്, how they how they were able to actually draw the pictures there, because they need light inside the caves are dark inside, so they need light inside. See, animal fat was used as a fuel for lighting the caves where sunlight was insufficient. So what you will write here? For lighting the caves, they have used animal fat as a fuel. The pictures of hunting are the evidence for their planning of the hunting ground and the prey. So you can rewrite it like this. They planned their activities. Planning is very important, no? See, you should have that much logic to plan. Because, for example, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളെന്തോ ചെയ്തു, ഫൈനലിൽ പോയി ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കിയപ്പോൾ നമുക്ക് അവിടുത്തെ ചാർട്ട് കിട്ടി, എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടി. ദാറ്റ്സ് പാർട്ട് ഓഫ് ദ പ്ലാനിങ്. സോ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. Yes or no? So come back here. So planning, they have planned about their activities. Now pictures were drawn on the ceiling of the caves as well. So സീലിങ്ങിൽ വരയ്ക്കുന്ന, അതായത് നമ്മുടെ റൂഫിൽ വരയ്ക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണോ? ദിസ് സ്റ്റാൻഡ്സ് ഇൻ ദ എവിഡൻസ് ഓഫ് ഡെക്സ്റ്ററിറ്റി ഓഫ് എർലി ഹ്യൂമൻ. അവരുടെ ആ ഒരു കഠിനാധ്വാനത്വമാണ് ഇതിനെ സിംപലൈസ് ചെയ്യുന്നത്. സോ ഫിഫ്ത്ത്, യു ക്യാൻ സേ പെയിൻറ്റിങ്സ് വെയർ ഡ്രോൺ ഇൻ ദ വാൾ ആൻഡ് റൂഫ് ആൾസോ. സോ 5 പോയിന്റുകൾ നിങ്ങൾ കിട്ടി. എന്താ 5 പോയിന്റ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കേവ് പെയിൻറ്റിങ്? ദാറ്റ് ഈസ് ദീസ് 5 പോയിന്റ്സ്. ഓക്കെ, നൗ കം ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേവ് പെയിൻറ്റിങ്സ് ആർ എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ എർലി ഹ്യൂമൻ ലൈഫ്. സബ്സ്റ്റാൻഷിയേറ്റ്. സോ സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റാൻഷിയേറ്റ് എന്ന കീവേഡിൻ്റെ അർത്ഥം. സോ 4-5 ലൈൻ മതി, ഞാൻ പറഞ്ഞുതരാം. സോ കേവ് പെയിൻറ്റിങ്സ് ആർ എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ എർലി ഹ്യൂമൻ ലൈഫ്. എങ്ങനെയാണ് ഈ കേവ് പെയിൻറ്റിങ്ങിൽ നിന്നും എർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്? ഈസ് ദാറ്റ് ഓക്കെ? 2 വേർഡുകളുണ്ട് അതിനകത്ത്. ഒന്ന് കേവ്, 2 പെയിൻറ്റിങ്. ഒന്ന് പെയിൻറ്റിങ് ഒരു ഇൻഫോർമേഷനാണ്, അനദർ തിങ് എന്ന് പറയുന്നത് അത് വരച്ചിരിക്കുന്നത് കേവിനെയാണ്. സോ ആദ്യം നിങ്ങൾ പറയുകയാണ് അവർ കേവുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്തിരുന്നു. യു ക്യാൻ സേ എർലി ഹ്യൂമൻ ഇൻഹാബിറ്റഡ് ഇൻ ദ കേവ്സ്. Is that okay? Early human inhabited in the caves. They drawn several pictures in wall and roof of the caves. വാളിലും റൂഫിലും അവർ സെവറൽ പിക്ചേഴ്സ് വരച്ചിരുന്നു. ഈസ് ദാറ്റ് ഓക്കെ? early human stayed in caves, inhabited in the caves. They drawn several pictures in the wall and roof of the caves. The theme of the picture varied from, what you will write? The theme of the picture varied from hunting animals to recreational activities. Bracket you can write group dance. Hunting animals to recreational activities. It gave information about 1. What all types of animals hunted by them during that time. What all kinds of animals means horse on the deer on the lion on the leopard on the sorna. So what all kinds of animals, or what are the different types of animal hunted by them? 1. 2. What kind of recreational activities they are engaged in? 2. Yes or no? Then their dexterity and dedication to painting activities. Is that okay? So that's sufficient. So like that, cave paintings are a good source of information. Now കേവിൽ നിന്ന് പെയിൻറ്റിങ് മാത്രമല്ല കിട്ടിയിട്ടുള്ള കേട്ടോ. സോ റെസിഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ്. റെസിഡ്യൂ മീൻസ് അവശിഷ്ടങ്ങൾ എന്നർത്ഥം. സോ കുക്ക്ഡ് ഫുഡ്, ആഷസ്, ബോൺസ് ആൻഡ് സ്കൾ ഓഫ് ആനിമൽസ്, ലെഫ്റ്റ് ഓവർ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് വാട്ടർ ഫിഷസ് എക്സെട്രാ. സോ ഇതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ കേവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? The Paleolithic human made use of all these things. They used actually freshwater fish
എന്തിനായിരിക്കും? അക്വേറിയം ഉണ്ടാക്കാനാണോ? അല്ല, ഫുഡിന് വേണ്ടിയാണ്. സോ ഫ്രഷ് വാട്ടർ ഫിഷിന് വരെ കഴിച്ചിരുന്ന ഒരു ടീമാണ് ആക്ച്വലി പാലിയോലിത്തിക് എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? സോ വാട്ട് എൽസ് ക്യാൻ ബി കോംപ്രിഹെൻഡ് ഫ്രം അബൌട്ട് ഏർലി ഹ്യൂമൻ ലൈഫ്? അവരുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും? ഒന്ന്, അവർ ഫുഡ് കുക്ക് ചെയ്തിരുന്നു എന്നതിൻ്റെ അർത്ഥം. വൈ? ബിക്കോസ് സി ആഷസ് നമ്മൾ കണ്ടെത്തുന്നത് അതിൻ്റെ അർത്ഥമാണ്. ദേ കുക്ക്ഡ് ഫുഡ്. ദെൻ പിന്നെ എന്ത് പറ്റും? ദേ ഏറ്റ് 100 അനിമൽ ഫ്ലഷ് ആൻഡ് പിന്നെന്താ നിങ്ങൾ പറയുന്നത്? ഫ്രഷ് വാട്ടർ ഫിഷസിന് വരെ നിങ്ങൾക്ക് പറയാം ഫിഷ്. 100 അനിമലിൻ്റെ ഫ്ലഷും ഫിഷും അവർ തിന്നിരുന്നു. പിന്നോ അത് മാത്രം തിന്നിരുന്നവർ ഫ്രൂട്ട്സ് തിന്നിരുന്നു, വെജിറ്റബിൾസ് തിന്നിരുന്നു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൾസോ പാർട്ട് ഓഫ് their food. Is that okay? Okay. Paleolithic humans hunted collectively. So അവരുടെ ഹണ്ടിങ് ട്രഡീഷനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാം. So Paleolithic humans hunted collectively. The stronger among them led the group. There was no gender difference in hunting. So male female difference ഒന്നുമില്ല. There was no gender difference in hunting. They ate the flesh of 100 animals and carcass. Carcass means അവരുടെ ഈ ഡെഡ് ബോഡി പാർട്ടിനാണ് ഈ കാർക്കാസ് എന്ന് പറയുന്നത്. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. സി, എല്ലായിടത്തും സ്റ്റോണേ നിങ്ങൾക്ക് കാണാൻ പറ്റും, മെറ്റൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. ദേ ആൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽസ്, ഐവറി, പീസസ് ഓഫ് വുഡ് ആസ് വെപ്പൺസ്. ഹൈഡ് ആൻഡ് ബാർക്ക്, മരത്തിൻ്റെ തൊലിയും മൃഗങ്ങളുടെയൊക്കെ തോലും. സോ ഹൈഡ് ആൻഡ് ബാർക്ക് വെയർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ്. The bones of animals were used as needles for sewing. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? So what can the Paleolithic age be termed as the age of hundreds? Why? Yes. Para, can the Paleolithic age can be termed as age of hundreds? Can you say it like that? Yes, because the main occupation of Paleolithic human was hunting. Main occupation of Paleolithic human was hunting. They hunted collectively. The stronger among them led the group. There was no gender difference in hunting. They ate the flesh of 100 animals and carcass. And for hunting they used different weapons made of stone, animal bones, ivory, pieces of wood, etc. So we can call the Paleolithic age as age of hunters. മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ആൻസർ ഫ്രെയിം ചെയ്തതെന്ന്? ഇസ് ദാറ്റ് ഓക്കെ? സോ പാലിയോലിത്തിക് ഏജിൻ്റെ ജനറൽ ഫീച്ചറാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഏരിയയിൽ ഒരുപാട് ഇൻഫോർമേഷൻ കവർ ചെയ്തില്ലേ? അതൊന്നും നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും ഈ ഒരു ചാർട്ട്, ഈ ഒരു ഇമേജ്, ഈ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. സോ പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സാണ് ഇതൊക്കെ. ഒന്ന്, സ്റ്റോൺ സ്റ്റാച്യൂട്ട്സ് വെയർ മെയ്ഡ്. സ്റ്റാച്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാച്യൂ എന്ന് പറയില്ലേ? സ്റ്റാച്യൂ എന്ന് വെച്ചാൽ എന്തോ പ്രതിമ. ഈ പ്രതിമ എന്ന് പറയുന്നത് വലിയൊരു രൂപമാണ്. അതിൻ്റെ വളരെ ചെറിയ രൂപം, അതായത് നമ്മൾ മേടിക്കുന്ന കളിപ്പാട്ടത്തിൻ്റെയൊക്കെ സൈസ്, അതിനാണ് ഈ സ്റ്റാച്യൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റോൺ. സോ സ്റ്റോൺ സ്റ്റാച്യൂട്ട്സ് വെയർ മെയ്ഡ്. ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. സോ കളിമണ്ണ് ഉപയോഗിച്ച് അവർ ഹ്യൂമൻ ഫിഗേഴ്സിനെ മോൾഡ് ചെയ്തിരുന്നു. വെസൽസ് വെയർ വോവൻ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. സോ ബാർക്ക് ഫൈബർ ഉപയോഗിച്ച് അവർ വെസൽസ് ഉണ്ടാക്കിയിരുന്നു, പാത്രങ്ങൾ. മനസ്സിലായോ എന്തോന്ന്? ഫോർ എക്സാമ്പിൾ ഒരു മുള എടുത്തെന്ന് വെച്ചാൽ മുള, ബാമ്പു. സോ ബാമ്പു വെച്ച് അവർക്ക് നെയ്ത് വോവൻ മീൻസ് നെയ്യുക. നമ്മൾ ഈ തുണിയൊക്കെ നെയ്തെന്ന് പറയത്തില്ലേ, അതേ രീതിയാണ്. സോ വെസൽസ് എന്ന് പറയുന്നത് പല പാത്രങ്ങൾ. നമ്മളിപ്പോൾ വീട്ടിൽ ചരുവമുണ്ട്, ബക്കറ്റുണ്ട്, എന്തിനാണ്? വെള്ളം പിടിക്കാൻ. സോ അതേപോലെ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ടോ മറ്റുള്ള കളക്ഷൻ ആവശ്യമായിട്ടോ അവരെന്തോ ചെയ്തു? ദേ മെയ്ഡ് വെസൽസ് വെയർ വൂവൻ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. Pictures were drawn on the bones and the horn of animals and on the cave and rocks. So caveലും റോക്കിലും അത് രണ്ടും ഓക്കെ. ഇനി അവരുടെ എക്സ്പെർട്ടൈസ് കാണിച്ചെന്ന് നോക്കണം. പിക്ചേഴ്സ് ദേ വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ്. സോ ബോണിൽ അവർ വരച്ചിരുന്നു. ഓൺ ദ ഹോൺസ്. ഹോൺ എന്ന് വെച്ചാൽ എന്തുവാ? കൊമ്പ്. ഇപ്പം നമ്മൾ കാസിരംഗോയിലെ റൈനോസറസിനെ കുറിച്ച് പറയുമ്പോൾ റൈനോയ്ക്ക് ഒരു അതില്ലേ, ഹോണില്ലേ? ഹോൺ ഇങ്ങനെ ഒരു കൊമ്പ് പോലെ ഇരിക്കുന്ന, അതാണ് ഹോൺ. സോ ആ ഹോണിലും
ഹോണിലും ബോണിലും വരെ അവർ പിക്ചർ വരച്ചിരുന്നു. ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട് തിങ്. ഇസ് ഓർ നോ? ദെൻ ദേ യൂസ്ഡ് ഓർണമെൻറ്റ്സ്. സോ പാലിയോലിത്തിക് ഹ്യൂമൻസ് യൂസ്ഡ് ഓർണമെൻറ്റ്സ് മെയ്ഡ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ്, ഷെൽസ് എക്സെട്ര. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് വെയർ ആൾസോ യൂസ്ഡ് മെയ്ഡ് ഔട്ട് ഓഫ് ബോൺ. സോ അതെന്തിനാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് റീക്രിയേഷണൽ ആക്ടിവിറ്റിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. രണ്ട് അവരുടെ എക്സ്പെർട്ടൈസാണ്. അത് ചിന്തിച്ച് യെസ് ഇതിനകത്തൂടെ ഊതി കഴിഞ്ഞാൽ അങ്ങനെ സൗണ്ട് വരും എന്ന രീതിയിൽ ദേ ഷുഡ് ഹാവ് ദാറ്റ് നോളജ്. യെസ് ഓർ നോ? സോ പാലിയോലിത്തിക് മാൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം എഴുതിയിരിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത്? ദേ മെയ്ഡ് സ്റ്റോൺ സ്റ്റാച്യൂസ്, ദേ വെർ മെയ്ഡ് human figures molded from clay, vessels were woven out of bark fiber, pictures were drawn on the bones and horns, ornaments of ivory, bones, stone used, flute like instrument. Okay. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പഠിക്കുമ്പോൾ എക്സാക്റ്റ് സെൻറ്റൻസിനെ മഗ്ഗപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിന് കഴിവുള്ളവർ ചെയ്തോ ഒരു കുഴപ്പമില്ല. പക്ഷേ അല്ല, ലോജിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന പല ആൾക്കാരുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഞാൻ എപ്പോഴും സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു ഹൗ ഐ ക്യാൻ റിമെമ്പർ ഇറ്റ് ലോജിക്കലി റാദർ ദാൻ മഗിങ് അപ്പ് തിങ്സ്, ഹൗ ഐ ക്യാൻ റിമെമ്പർ ഇറ്റ് ലോജിക്കലി. സോ ഓൾവേസ് ഐ സെർച്ച്ഡ് ഫോർ ലോജിക്സ്. പക്ഷേ വളരെ കുറച്ച് ടീച്ചേഴ്സ് എനിക്ക് ലോജിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളൂ, എസ്പെഷ്യലി ഇൻ ദ സയൻസ് എല്ലാം. ഈ സോഷ്യൽ സയൻസിലൊന്നും ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്കുള്ള ടീച്ചറൊക്കെ വന്നിരുന്ന ആദ്യത്തെ സെൻറ്റൻസ് തൊട്ട് അങ്ങേയറ്റത്തെ സെൻറ്റൻസ് വരെ വേർഡുകൾ വായിക്കുക എന്നല്ലാതെ ഹിസ്റ്ററി ദേ നെവർ ടോട്ട് ഇൻ എ പ്രോപ്പർ വേ. Actually, history is the easiest subject and the most logical subject you can remember of. Okay, so coming back to my point. My point is, don't try to remember the exact sentences that you are seeing here. Don't try to remember the exact sentence. എന്തൊരു ചോദിക്കും നിങ്ങൾ എന്തെല്ലാം ഓർത്തിരിക്കും? You should remember the distinct points. ബിക്കോസ് എപ്പോഴും നമുക്ക് സ്കോറിങ് ആവുന്നത് നമ്പർ ഓഫ് പോയിൻറ്റ്സ് വി ആർ റൈറ്റിംഗ്. സോ ഇവിടെ നിങ്ങൾക്ക് പറയാം സ്റ്റാച്യൂട്ട്സ്. ഓക്കെ, സോ ഈ സ്റ്റാച്യൂട്ട് എന്ന് പറയുന്ന വേർഡ് ചിലരിത് സ്റ്റാച്യൂട്ടേ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നോ പ്രോബ്ലം. സോ ഇതെനിക്ക് റിമെമ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, മീൻസ് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണ്, ഞാൻ ഈ സ്റ്റാച്യൂട്ടേക്ക് വേറെ സ്റ്റാച്യൂ ആണ് പഠിച്ചു വെച്ചിരുന്നത്. മീൻസ് ദേ മെയ്ഡ് സ്റ്റാച്യൂസ്. പക്ഷേ എനിക്കറിയാം സ്റ്റാച്യൂസ് എന്ന് എഴുതിയ ഇവിടെ അത് അത്ര കറക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? സ്റ്റാച്യൂവിനെ സ്പെല്ലിംഗ് STATUTE അല്ലേ? യെസ് ഓർ നോ? STATU സ്റ്റാച്യൂ. ഇതല്ലേ സ്റ്റാച്യൂ? സോറി, ഇങ്ങോട്ടൊന്ന് എഴുതുവാണ്. സ്റ്റാച്യൂവിൻ്റെ സ്പെല്ലിംഗ് എന്തോ? സ്റ്റാച്യൂ. യെസ് ഓർ നോ? STATUE. അതിൻ്റെ കൂടെ 2 TEയും കൂടെ ഞാനങ്ങ് കൊടുക്കും. ഓക്കെ, ലീവ് അബൌട്ട് ദാറ്റ്. സോ ഈ പോയിൻറ്റ്സ് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. 1 സ്റ്റാച്യൂട്ട്, 2 ക്ലേ, 3 ഓക്കെ ഇവിടെ സ്റ്റോൺ സ്റ്റാച്യൂ എന്ന് ഓർത്തിരിക്കണം. സ്റ്റോൺ സ്റ്റാച്യൂ. ഇവിടെ ഹ്യൂമൻ ക്ലേ, ഇവിടെ വെസൽസ്, ഇവിടെ പിക്ചേഴ്സ്, ബോണ്, ഹോണ്, ഇവിടെ ഓർണമെൻറ്റ്സ്, ഇവിടെ ഫ്ലൂട്ട്. സോ ഈ കീവേഡുകൾ മാത്രം ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഓർത്തിരിക്കുന്നത് അന്നേരം? സോ പാലിയോലിത്തിക് ഏജ്, സ്റ്റോൺ സ്റ്റാച്യൂ, ഹ്യൂമൻ ക്ലേ, വെസൽസ്, പിക്ചേഴ്സ്, ബോൺ ആൻഡ് ഹോൺ, ഓർണമെൻറ്റ്സ്, ഫ്ലൂട്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ ഫുൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്തെടുക്കണം. വിത്ത് റെപ്പറ്റീഷൻ, വിത്ത് റിവിഷൻ ഇറ്റ് വിൽ കം ടു യു ഈസിലി. ഈസ് ദാറ്റ് ഓക്കെ? ഫൈൻ. ഇവിടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നു തോന്നുന്നു. ഞാൻ നോക്കട്ടെ. വാട്ട് ഇൻഫോർമേഷൻ അബൌട്ട് പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കേവ്സ്? കണ്ടക്ട് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്. അത് നിങ്ങൾ ഡിസ്കഷൻ ചെയ്യാനുള്ളതാണ്, അത് ഞാൻ വിട്ടു. The fields in which Paleolithic man attained progress are listed below. Find out examples for each from the unit. ഈ യൂണിറ്റിൽ നിന്ന് ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിൽ അവർ ഇമ്പോർട്ടൻ്റ് എന്ന്. ഒന്ന് സ്കൾപ്ചറിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സ്കൾപ്ചർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ രൂപങ്ങൾ ഉണ്ടാക്കുന്ന, കൊത്തുപണി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പറയാം സ്റ്റോൺ സ്റ്റാച്യൂസ് ദേ മെയ്ഡ്. പെയിൻറ്റിങ്ങിൽ അവർ എക്സ്പേർട്സ് ആയിരുന്നു. എന്തോ പറയാം നിങ്ങൾക്ക്? അറ്റൈൻഡ് പ്രോഗ്രസ്. ഓക്കെ, പെയിൻറ്റിങ്ങിൽ അവർ എക്സ്പേർട്സ് ആയിരുന്നു. യു ക്യാൻ റൈറ്റ്. കേവിൻ്റെ വോളിലും റൂഫിലും അവർ വരച്ചിരുന്നു. 1. 2 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളർ യൂസ്ഡ് ഇൻ പെയിൻറ്റിങ്. ഡിഫറെൻറ്റ് കളർ യൂസ്ഡ്. ഹാൻഡിക്രാഫ്റ്റ്. സോ ഇതെന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റാണ്. എന്താ ഹാൻഡിക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഹാൻഡ് കൊണ്ടുണ്ടാകുന്ന ക്രാഫ്റ്റാണ്. 1 ദേ മെയ്ഡ് വെസൽസ്. എങ്ങനെയാണ്? വൂവൺ. വെസൽസ് വൂവൺ. 2 യു ക്യാൻ റൈറ്റ് സി ഓർണമെൻറ്റ്സ്. ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റിൻ്റെ പാർട്ടല്ലേ? ഓർണമെൻറ്റ്സ് മെയ്ഡ്. പിന്നെന്തുവാ? ഫ്ലൂട്ട്. ഫ്ലൂട്ട് ഒന്നും ഹാൻഡിക്രാഫ്റ്റാണ്, ഫ്ലൂട്ട് മെയ്ഡ് ചെയ്തത്.
സോ ഹാൻഡിക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ അവർ എക്സ്പേർട്ടായി, പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവർ എക്സ്പേർട്ടായി. സ്കൾപ്ചർ മീൻസ് കൊത്തുപണി. സോ അത് നിങ്ങൾക്ക് പറയാം ഹ്യൂമൻ ഫിഗർ മോൾഡഡ് ഫ്രം ക്ലേ. സോ ക്ലേ മൗൾഡ് ഹ്യൂമൻ ഫിഗർ. ക്ലേ മൗൾഡ് ഹ്യൂമൻ ഫിഗർ 1. 2 നിങ്ങൾക്ക് പറയാം സ്റ്റോൺ സ്റ്റാച്യൂട്ട്. സ്റ്റോൺ STUETTE സ്റ്റാച്യൂട്ട്. ഈസ് ദാറ്റ് ഓക്കെ? നൗ ബിംബേദ്ക നമ്മുടെ മധ്യപ്രദേശിൽ ഒരു പാലിയോലിത്തിക് സൈറ്റാണ്. ഓക്കെ. സോ പാലിയോലിത്തിക് സൈറ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് ഈ മാപ്പ് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സി റാദർ ദാൻ മഗ്ഗിങ് അപ്പ് ഈ ബിംബേദ്ക മധ്യപ്രദേശ് എന്ന് മഗ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഈ മാപ്പ് വരയ്ക്കാൻ പഠിച്ചിട്ട് ആ മാപ്പിൻ്റെ ഏതൊക്കെ ഭാഗത്താണെന്നൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. 1 ബിംബേദ്ക മധ്യപ്രദേശ്. യെസ് ഓർ നോ? നർമ്മദ വാലി. സോ ബിംബേദ്ക മധ്യപ്രദേശ്, നർമ്മദ വാലി എന്ന് പറയുന്നത് ഈ 3 സ്റ്റേറ്റിലൂടെ കവർ ചെയ്തെടുക്കുക. നർമ്മദ വാലി എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് റീജിയനാണ്. 3 എന്ന് പറയുന്നത് നാഗാർജുനകൊണ്ട. 4 കുർണൂൾ കേവ്സ്. നാഗാർജുനകൊണ്ട ആൻഡ് കുർണൂൾ കേവ്സ്. രണ്ടും ആന്ധ്രാപ്രദേശിലാണ്. 4 എന്ന് പറയുന്നത് ഹുൻസ്ഗി എന്ന് പറയുന്നത് കർണാടകയാണ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞ മാപ്പിൽ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. സോ ബിംബേദ്ക മധ്യപ്രദേശ്, നർമ്മദ വാലി എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, നാഗാർജുനകൊണ്ടയും കുർണൂൾ കേവ്സും ആന്ധ്രാപ്രദേശ്, ഇതെന്ന് പറയുന്നത് കർണാടക. ഈസ് ദാറ്റ് ഓക്കെ? ഇതാണ് പാലിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. സോ പാലിയോലിത്തിക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? സോ മീസോലിത്തിക് കുറച്ചും കൂടെ എളുപ്പമാണ് പഠിക്കാൻ. മീസോലിത്തിക് നോക്കാം. സോ മീസോലിത്തിക് എന്ന് പറയുന്നത് ഹൗ ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ് ഫ്രം മീസോലിത്തിക്. ഇതൊന്നുകൂടെ ചെറിയ ടൂൾസ് ആയിരിക്കും ഉപയോഗിച്ചത്. ദേ ഹാവ് യൂസ്ഡ് സ്മോൾ ടൂൾസ് ആൻഡ് ആൾസോ ഷാർപ്പ് പോയിൻറ്റ്സ്. കീപ്പ് ഇൻ മൈൻഡ് ഷാർപ്പ് പോയിൻറ്റ്സ് ആയിരിക്കും, പക്ഷേ പോളിഷ്ഡ് ആയിരിക്കത്തില്ല. പോളിഷ്ഡ് വരുന്നത് നിയോലിത്തിക്കിലാണ്. സോ ദേ ആർ സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ദ ടൈപ്പ് ഓഫ് ടൂൾസ് ദേ യൂസ്ഡ് ഇൻ ദിസ് പീരീഡ്, they are small stone tools with sharp points ആണ്. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ ടൂൾസ് ആണ് അവർ യൂസ്, സ്മോൾ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്തത്. ഈസ് ദാറ്റ് ഓക്കെ? വൈ ആർ ദ മീസോലിത്തിക് ഏജ് ആർ കാൾഡ് മൈക്രോലിത്തിക് ഏജ്? ബിക്കോസ് കമ്പാരിറ്റീവ്ലി സ്മോളർ സ്റ്റോൺസ് they have used for making their weapons and different tools. Okay, what could have been the uses of these tools? 1, to hunt animals by hastening to a pole. ഓക്കെയാ. സോ ഒരു കുന്തത്തിൻ്റെ അറ്റത്തൊക്കെ അവർ കെട്ടി വെച്ചിട്ട് അവർ ഹണ്ട് ചെയ്യാൻ ഉപയോഗിക്കാം അനിമൽസ്. പിന്നെന്തിനു ഉപയോഗിക്കാം? ടു ഹണ്ട് അനിമൽസ് ടു ബോ ആൻഡ് ആരോ, അതിനുപയോഗിക്കാം. യെസ് ഓർണ? ഓർ ഫിഷിംഗ് ആക്ടിവിറ്റിക്ക് അവർക്കിത് ഉപയോഗിക്കാം. യെസ് ഓർണ? ഓർ ഫോർ സെൽഫ് പ്രൊട്ടക്ഷൻ അവർക്കിത് ഉപയോഗിക്കാം. ഓർ ടു ഡിഗ് വെജിറ്റബിൾസ് ദേ ക്യാൻ യൂസ് ഇറ്റ്. യെസ് ഓർണ? കാര്യം എഡിബിൾ ഗ്രാസ് അവർ ഉപയോഗിച്ചിരുന്നു. ഡോൾഫിൻ അവർ ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്നു. ഓട്ടർ, വെയിൽ, ഫിഷ് ഇതെല്ലാം അവർ ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്നു. ഹണ്ടിങ് എക്സ്റ്റെൻസീവ് ആയതോടുകൂടി പല അനിമൽസും എക്സ്റ്റിങ്ക്റ്റ് ആകാൻ തുടങ്ങുന്ന വെച്ചാൽ ഡിസപ്പിയർ ആകാൻ തുടങ്ങി നമ്മുടെ എർത്തിൽ നിന്ന്. കാര്യം അവരുടെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞ് അവർ ഡിസപ്പിയർ ആയി. ഫോർ എക്സാമ്പിൾ ഈ മാമൂത്ത് എന്ന് പറയുന്ന വലിയ എലിഫൻറ്റ് അങ്ങനെയാണ് ആക്ച്വലി നമ്മളുടെ എർത്തിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ആവുന്നത് ഡ്യൂറിങ് ലിത്തിക് പീരീഡ് എന്ന് വെച്ചാൽ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് പീരീഡ്. ഓക്കെ. സോ ഇതാണ് Mesolithic age and map. They began their settled life, was able to hunt animals from afar. How they are able to hunt animals from afar? Because they used bow and arrow for hunting. They began to exchange food. So food exchange activity they have started. Food മാത്രമല്ല, ഫുഡ്, ടൂൾസ്, ഓർണമെൻറ്റ്സ് എല്ലാം അവർ എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റി തുടങ്ങി. ഓർ ബാർട്ടർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന പരിപാടി. ബാർട്ടർ സിസ്റ്റം എന്ന് ഇവിടെ എഴുതണ്ട, ഇവിടെ നിങ്ങൾ ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, അനിമൽസ് എഴുതിയാൽ മതി. ലോഗ്സ് വെയർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ. അതായത് തടിമരങ്ങളുണ്ടല്ലോ, അത് തമ്മിൽ കെട്ടിവെച്ച് അവർ ചങ്ങാടം പോലെ ഉപയോഗിച്ചു. അതാണ് ഈ പറയുന്നത്. സോ ലോഗ്സ് വെയർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ ആൻഡ് ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്. Yes or no? So they began their settled life earlier. Wandering people ആയിരുന്നു പാലിയോലിത്തിക്കിൽ. മീസോലിത്തിക് ആയപ്പോൾ അവർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ദെൻ അവർ അനിമൽസിനെ നല്ല രീതിയിൽ ഹണ്ട് ചെയ്യാനുള്ള ടെക്നിക്കെല്ലാം കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് ബോ ആൻഡ് ആരോ. സോ ബോ ആൻഡ് ആരോയ്ക്കകത്ത് അവർക്ക് സ്മോൾ സ്റ്റോൺ ടൂളെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. സോ ബോ ആൻഡ് ആരോ
So arrowയ്ക്കകത്ത് സ്മോൾ സ്റ്റോൺ ടൂൾ only can be used. Yes or no? So ഇന്ത്യയിൽ 2 ഏരിയ ആണ് ആക്ച്വലി നമുക്ക് മീസോലിത്തിക് പീരീഡിലുള്ള സൈറ്റ്സ് ആയിട്ട് നമുക്കുള്ളത്. ഒന്ന് പറയുന്നത് ബാഗോർ എന്ന് പറയുന്നത് രാജസ്ഥാനും ആദംഗർ എന്ന് പറയുന്നത് മധ്യപ്രദേശും. ഈസ് ദാറ്റ് ഓക്കെ? ഞാനിത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബദാം എന്നും പറഞ്ഞാൽ ഓർത്തിരിക്കുന്നത്. കാര്യം ഇതെല്ലാം ഓർത്തിരിക്കുന്ന മനുഷ്യരുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. ബദാം, ബാഗോർ, പിന്നെന്തുള്ളത് ആദംഗർ, ADAM, ആദംഗർ. മനസ്സിലായോ? സോ BA ബദാം, BA ബാഗോർ, ആദംഗർ. ഈസ് ദാറ്റ് ഓക്കെ? സോ ബദാമിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അന്നേരം നിങ്ങൾ ചോദിക്കും ഈ മധ്യപ്രദേശും രാജസ്ഥാനും എങ്ങനെ ഓർത്തിരിക്കുന്നത്? സോ ബിയുടെ ഈ താഴത്തെ പാർട്ട് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞാൽ തോറ്റും. വെട്ടിക്കളയൊന്നുമില്ല. സോ B ഇത്രയും വന്നു കഴിഞ്ഞാൽ അത് R ആയി മാറി. സോ R ഫോർ രാജസ്ഥാൻ, പിന്നെ M ഫോർ മധ്യപ്രദേശ്. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ ഇല്ലേ? സോ ബദാം, B ഫോർ ബാഗോർ, ഇത് ആദംഗർ, B. സോ ഇത് രാജസ്ഥാനിലാണ്, M ഇത് മധ്യപ്രദേശിലാണ്. ദാറ്റ്സ് ഇറ്റ്. നൗ കം ടു ദ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിനകത്ത് കുറച്ചും കൂടെ സ്റ്റോൺ ടൂൾസിൻ്റെ സൈസ് കുറഞ്ഞു, അവരെ ഷാർപ്പ് ചെയ്യാൻ തുടങ്ങി. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്? ദേ ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. ഷാർപ്പൻ ചെയ്ത പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ദേ മെയ്ഡ് പോട്സ് ഓഫ് ക്ലേ. റാഫ്റ്റ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. പ്ലൗഷെയർ ആൻഡ് സ്പെയ്ഡ് വെയർ യൂസ്ഡ് ഓർ മെയ്ഡ് ഓഫ് വുഡ്. പ്ലൗഷെയർ ആൻഡ് സ്പെയ്ഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. സോ വുഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റോണിന് പകരം വുഡും കൂടെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ക്ലോത്ത്സ് വൂവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ. നമ്മളുടെ ചണമില്ലേ, ജൂട്ട്. സോ ജൂട്ട് ഫൈബർ ഉപയോഗിച്ച് അവർ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ തുടങ്ങി. നേരത്തെ ബാർക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തടിയുടെയൊക്കെ തൊലികളായിരുന്നു അവർ ഉപയോഗിച്ചത്. മരത്തിൻ്റെ തൊലിയും മൃഗങ്ങളുടെ തൊലിയുമായിരുന്നു അവർ ഇതേ യൂസ്ഡ്. യെസ് ഓർ നോ? bark and hide they used earlier, now transformed into jute. Clothes woven out of jute fibers were used. തുന്നാൻ വേണ്ടി അവരെന്താ യൂസ്? ഫോർ sewing using needles fashioned from bones. Now harpoons and fishing hooks were made. ഫിഷിംഗ് ആക്ടിവിറ്റി, ഹാർപൂൺസും ഫിഷിംഗ് ഹൂക്സും ഉണ്ടാക്കി. അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി മെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റോൺ, വുഡ്, ബോൺ. ദെൻ വുഡൻ വീൽസ്. പോട്ടറിക്ക് വേണ്ടി അവർ വുഡൻ വീൽ. നമ്മളിപ്പോഴും പോട്ടേഴ്സിൻ്റെ വീലില്ലേ, വുഡൻ വീൽ. സോ വുഡൻ വീൽസ് ഫോർ പോട്ടറി ആക്ടിവിറ്റി. ദെൻ വുഡൻ ഹാൻഡിൽ, സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾ വെയർ യൂസ്ഡ്. മനസ്സിലാവുന്ന? അതായത് നമ്മുടെ കുന്താലിയും കോടാലിയൊക്കെ ഉപയോഗിച്ചവർ. മനസ്സിലാവുന്ന? വുഡ് ഹാൻഡിലുള്ള. സോ വുഡ് ഹാൻഡിൽ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? അത്ര ലോങ് ആയിട്ടുള്ള വുഡ് നീ ആ രീതി ഫ്രെയിം തീർക്കണം. അതിൻ്റെ അറ്റത്ത് നീ സ്റ്റോൺ അറ്റാച്ച് ചെയ്യുകയും വേണം. സോ ഇൻ ദിസ് പീരീഡ്, means after Mesolithic age, Neolithic age period, they used polished stone tools. This period is called Neolithic age. Neolithic, polished ആയിട്ടുള്ള സ്റ്റോൺ യൂസ് ചെയ്യാൻ തുടങ്ങി അവർ. The beginning of cultivation was a major progress in this period. So cultivation activity started here. So the change from food gathering to food production is a landmark in the history of human life. ശരിയല്ലേ? ഫുഡ് ഗാദറിങ്ങിൽ നിന്ന്, അതായത് പലയിടത്തിൽ നിന്ന് സംഘടിപ്പിച്ച് ജീവിച്ചതിൽ നിന്നും ഫുഡ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഫുഡ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റും? യു നീഡ് ടു സെറ്റിൽ ഡൗൺ ഇൻ സം പ്ലേസ്. കാര്യം ഫാമിംഗ് ചെയ്യണമെങ്കിൽ, അഗ്രികൾച്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ മോണിറ്ററിങ് ആക്ടിവിറ്റി യു നീഡ് ടു സെറ്റിൽ ഇൻ സം പ്ലേസ്. യെസ് ഓർ നോ? സോ മാൻ ബിഗാൻ ടു കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഇൻ ദി റിവർ വാലീസ്. Environmental changes, scarcity of food, population growth, etc. are pointed out the major reason for led to the cultivation. എന്തുകൊണ്ടാണ് അവർ സ്വയം കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നതിൻ്റെ ചില കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അന്നത്തെ. സോ ഈ കാരണങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. സോ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, they used polished stone tools. They have changed from a hunting gathering population to food production population. They began to settle down in the river valleys. Is that okay? In Neolithic age, human beings began to rear animals. അന്നേരം നിങ്ങൾ ചോദിക്കും, മീസോലിത്തിക് ഏജിൽ അനിമൽസിനെ റിയർ ചെയ്യുന്നില്ല. അത് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആണ്, മോർ ഓഫ് ഡോഗ്സ് കൈൻഡ് ഓഫ് ആണ്. ഇവിടെ റിയർ അനിമൽസ് ഫോർ ഫുഡ്. സോ ഫുഡ് ആക്ടിവിറ്റി, നമ്മളിന്ന് കോഴിയൊക്കെ പന്നിയൊക്കെ വളർത്താറില്ലേ നമ്മളുടെ ഫുഡ് ആക്ടിവിറ്റിക്ക് വേണ്ടി? യെസ് ഓർ നോ? സോ ഈ ഫുഡിന് വേണ്ടി നിയോലിത്തിക് ഏജിൽ നിന്നേ നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സ് അനിമൽസിനെ വളർത്തി തുടങ്ങി. വീട്ടിൽ കോഴിയും ആടിനെയൊക്കെ വളർത്താൻ തുടങ്ങി. എന്തിനാ? നമുക്ക് അവരെ കറി വെച്ച് തിന്നാൻ വേണ്ടി. ദേ ബിഗാൺ എ സെറ്റിൽഡ് ലൈഫ് ഫോർ ദ പർപ്പസ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. യെസ് ഓർ നോ? ദേ ബിഗാൺ സെറ്റിൽഡ് ലൈഫ് ഫോർ ദ പർപ്പസ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. വീറ്റ്, ബാർലി, ജൂട്ട്, ഏതെല്ലാം ക്രോപ്സാണ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്?
വീറ്റ്, ബാർലി, ജൂട്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്. ഏതാ ട്യൂബർ? മരച്ചീനി ഇല്ലേ നമ്മുടെ കപ്പ, അതൊരു ട്യൂബറാണ്. പാഡി എന്ന് വെച്ചാൽ നമ്മുടെ റൈസ്. പ്ലാന്റെയിൻ, ഡിഫറെൻറ്റ് പ്ലാന്റെയിൻസ് എക്സെട്ര വെയർ ദെയർ മേജർ ക്രോപ്സ്. ഈസ് ദാറ്റ് ഓക്കെ? സോ എടക്കൽ കേവ്സ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ്. എടക്കൽ കേവ്സ് എന്ന് പറയുന്നത് നമ്മളുടെ വയനാടാണ് എടക്കൽ കേവ്സ് ഉള്ളത്. ഈസ് ദാറ്റ് ഓക്കെ? In those days, wheels used to carry goods from one place to another. The development of cultivation and permanent settlement led to collective life, അതായത് സോഷ്യൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായത് അതാണ് പറയുന്നത്. സോ ഇതൊരു ലേക്ക് വില്ലേജാണ് സ്വിറ്റ്സർലൻഡിൽ. അവർ ഒരു നിയോലിത്തിക് ഏജിലുള്ള പീപ്പിളാണ്, പോപ്പുലേഷനാണ്. പക്ഷേ അവരുടെ സൈറ്റിൽ അവർ ഒരു പ്രത്യേകം രീതിയിലാണ് അവർ ഈ ഹൗസൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ ജാർമോ എന്ന് പറയുന്നത് നോർത്തേൺ ഇറാഖിലുള്ള മറ്റൊരു നിയോലിത്തിക് സൈറ്റിലാണ്. ഈ നിയോലിത്തിക് സൈറ്റിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കാണാൻ പറ്റും. അതായത് സൺ ഡ്രൈഡ് ബ്രിക്സും സൺ ഡ്രൈഡ് മഡ് റൂഫും ഒക്കെ ഉപയോഗിച്ച് വായിച്ച് നോക്കുക. ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ. സോ ഇന്ത്യയിലെ നിയോലിത്തിക് സൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നമുക്ക് ഒരെണ്ണമുണ്ട്, ഇതിനകത്ത് എടക്കലുണ്ട്, എസ്സോർണം, ദെൻ പെരിയാമ്പള്ളി. സോ ഡിഫറെൻറ്റ് റീജിയൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മേജർ നിയോലിത്തിക് സൈറ്റ്സ് ഫ്രം ദ ഗിവൺ മാപ്പ്. സോ ഇത് നിങ്ങൾക്ക് എഴുതാം. ഹല്ലൂർ, തക്കൽക്കോട്ട, ഉച്ചനൂർ, മസ്കി, ബ്രഹ്മഗിരി, നാഗാർജുനകൊണ്ട. എസ്സോർണം കോൾഡി ഹവ, ചിരണ്ട്, മെഹർഗർ, ഖിലേഗുൽ മുഹമ്മദ്, സരൈഖോല, ബുർസാഹോം, ഗുഫ്ക്രാൽ. GUFKRAL ആണിത് കേട്ടോ, ഗുഫ്ക്രാൽ. സോ ആ റീജിയൻ നിങ്ങൾക്ക് എഴുതാം. സി കാശ്മീരിൽ ഈ ബുർസാഹോം എന്ന് പറയുന്ന റീജിയനിൽ യു ഹാവ് ഗോട്ട് ഡെക്കറേറ്റഡ് പോട്ട് ആൻഡ് സ്റ്റോൺ ടൂൾസ്. സോ പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജിലെ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡെവലപ്മെൻറ്റ് നടന്നതാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ടൂൾസ്, അത് റഫ് സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഷാർപ്പ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇവർ ഹണ്ടേഴ്സ് ആയിരുന്നു. എസ് ഓർണോ? ഇവിടെ അവർ ഫാമിംഗ് ആയി മാറി. ഫുഡ് ഗാദറിങ്, യെസ്, ഹിയർ ദേ വെയർ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു. ഇവിടെ എന്തായി? ഗാദറിങ് പ്ലസ് ഫാമിങ്. സെറ്റിൽഡ് ലൈഫ്, ഹിയർ caves inhabited. Here river valley settling. Animal husbandry, no. ഇവിടെ ഒന്ന് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ഒന്ന് പ്ലസ് റിയേർഡ് ആനിമൽസ് ഫോർ ഫുഡ്. പോട്ടറി, നോ. ഇവിടെ ഡെവലപ്ഡ് പോട്ടേഴ്സ് വീൽ. ടെക്നോളജി എന്ന് വെച്ചാൽ എന്തുമായിരിക്കും യൂസ് ചെയ്യുന്നത്? അതായത് അവർ ഹണ്ടിങ് ഗാദറിങ്ങിനകത്തുള്ള ടെക്നോളജി ആയിരിക്കും, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനകത്തുള്ള ടെക്നോളജി ആയിരിക്കും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന് ഉപയോഗിച്ചും ടെക്നോളജിയെ കുറിച്ച് ഇവിടെ ചോദിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാം, നോട്ട് മച്ച് ഡെവലപ്ഡ്. ഓക്കെയാ. ഇവിടെ നിയോലിത്തിക്കലാണെങ്കിലോ ഡെവലപ്ഡ്. കാര്യം എന്തുവാ? ഒന്ന് അവർ റാഫ്റ്റ് യൂസ് ചെയ്തിരുന്നു ട്രാൻസ്പോർട്ടേഷന്. പിന്നെ വീൽ ഫൈൻഡ് ചെയ്തിരുന്നു. വീൽ എന്ന് പറയുമ്പോൾ ഗുണം അത് പോട്ടറിങ് ആക്ടിവിറ്റിക്കും ഈ അഗ്രികൾച്ചറൽ ഐറ്റംസ് മൂവ് ചെയ്യുന്നതിനും ഈ വീൽ ഹെൽപ്പ് ചെയ്യും അവരെ. പിന്നെന്തോ പറ്റി? അവർ ജൂട്ട് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. സോ ടെക്നോളജിക്കലി വെൽ ഡെവലപ്ഡ് ആണ് അവർ. യെസ് ഓർ നോ? Now comes to Chalcolithic age. This is the transition period from stone to metal age. സോ ഹിയർ യൂസ് ചെയ്തിരുന്ന മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. അതുകൊണ്ടാണ് ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്ന പേര്. കോപ്പറിനും ലിത്തിക് എന്ന് പറയുന്നത് സ്റ്റോണും കൂടെ ചേർത്താണ് ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് തുർക്കിയിലെ കാറ്ററോയൂക്ക് എന്ന് പറയുന്ന സൈറ്റ്. ആ സൈറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മഡ് ബ്രിക്കുള്ള കൊണ്ട കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. സോ ചാൽക്കോലിത്തിക് ഏജ്, ഇന്ത്യയിലെ ചാൽക്കോലിത്തിക് ഏജിനെ കുറിച്ച് നോക്കിയാൽ നിങ്ങൾ മെഹർഗർ എന്ന് പറയുന്ന ചാൽക്കോലിത്തിക് ഏജ്, അത് ചിരണ്ട്. പിന്നെ ഇറാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ഇറാൻ, ദൈമാബാദ്, ചന്തോളി. സി കീപ്പ് ഇൻ മൈൻഡ്, എല്ലാ സൈറ്റുകളും ഓർത്തിരിക്കാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾ ശ്രമിക്കരുത്. അതിന് പകരം നിങ്ങൾ മാപ്പ് വരയ്ക്കണം. മാപ്പ് വരച്ചിട്ട് 2-3 എണ്ണമെങ്കിലും ഓർത്തിരിക്കണം. അത് തന്നെ
നിങ്ങൾ കണ്ടു മേഹർഗർ എന്ന് പറയുന്ന നിയോലിത്തിക് സൈറ്റിൽ നമ്മൾ കണ്ടു, ചാൽക്കോലിത്തിക് സൈറ്റിലും കണ്ടു. സോ അതേ രീതിയിൽ അത് പഠിക്കുക. ഇപ്പോൾ മേഹർഗർ നിയോലിത്തിക്കിലുണ്ട് ചാൽക്കോലിത്തിക്കിലുണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറക്കില്ല. നിങ്ങൾക്കത് ചാൽക്കോലിത്തിക് ചോദിച്ചാലും നിയോലിത്തിക് ചോദിച്ചാലും എഴുതാൻ പറ്റും. യെസ് ഓർ നോ? സോ മേഹർഗർ എന്ന് പറയുന്നത് ടുഡേയ്സ് ബലൂചിസ്ഥാനാണ്. ഈസ് എ മേജർ ചാൽക്കോലിത്തിക് സൈറ്റ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. സോ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തല്ല ഇപ്പം വരുന്നത്. യെസ് ഓർ നോ? നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് നമ്മുടെ വരുന്നത്. സോ വീറ്റ് ആൻഡ് ബാർലി വെയർ കൾട്ടിവേറ്റഡ് ഹിയർ. ഹൗസസ് വിത്ത് ഓവൻസ് ബിൽറ്റ് ഓഫ് മഡ് റോക്സ്. സി മേഹർഗറിൽ ചാൽക്കോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ അടുപ്പില്ലേ വീട്ടിൽ, സോ വീട്ടിൽ അടുപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അവർക്ക് ചാൽക്കോലിത്തിക് ഏജിൽ. ദ എവിഡൻസ് ഫോർ ദ യൂസ് ഓഫ് പോട്ടേഴ്സ് വീൽ ഹാവ് ബീൻ ആൾസോ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. Is that okay? Which are the field in which Chalcolithic human life attained progress? ഒന്നെന്ന് പറയുന്നത് ഹൗസ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ അവർ ഡെവലപ്ഡായി. രണ്ടെന്ന് പറയുന്നത് പോട്ടറിയിൽ അവർ ആക്ടിവിറ്റീസ് ഡെവലപ്പായി. പിന്നെന്ത് കാണുന്നത് ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ കാണാം. ഹ്യൂമൻ ലൈഫ്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്. ഒന്ന് അർബൻ സെറ്റിൽമെൻറ്റ്. സോ മൂന്നെന്ന് പറയുന്നത് അർബൻ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ ഡെവലപ്ഡായി. യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ ഇതൊക്കെയാണ് ഓവറോൾ ഇതിനകത്തെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ ക്വിക്കായിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് തീർക്കാം. ചിലത് കറക്റ്റ് ഓർഡറിൽ വന്നോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ സമ്മറി ഒന്ന് വായിക്കാം. ദ ഏജ് ഇൻ വിച്ച് മാൻ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൺസ്. സോ ടൂൾസും വെപ്പൺസും മെയ്ഡ് ഓഫ് സ്റ്റോൺ യൂസ് ചെയ്ത ടൈമിനെയാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു പാലിയോ, മീസോ, നിയോ. Depends upon the improvements of stone tools. Human life varied in different ages. Yes, ആദ്യം ഹണ്ടിങ്ങും ഗാദറിങ്ങുമായി, പിന്നെ ഹണ്ടിങ് ആയി മെയിൻ പരിപാടി, ഹണ്ടിങ്ങും ഫിഷിങ്ങും ആയി. മൂന്നാമത്തേനകത്തപ്പോഴത്തേക്ക് ഫാമിങ്ങും ഫിഷിങ്ങും ഡൊമസ്റ്റിക്കേഷനും അനിമൽ റിയറിങ്ങും തുടങ്ങി. The information on the stone age is obtained from the remnants of objects used by the humans at that age. ശരിയാണ്, അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ, അത് ഫുഡ് അവശിഷ്ടങ്ങളായിരിക്കാം, ആഷിൻ്റെ അവശിഷ്ടമായിരിക്കാം, അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസിൻ്റെ വെപ്പൺസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളായിരിക്കാം. ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോൺ ഏജ് മെറ്റൽ ടൂൾസ് ബിഗാൻ ടു ബി യൂസ്ഡ്. ദാറ്റ് പീരീഡ് ഈസ് നോൺ ആസ് ചാൽക്കോലിത്തിക് ഏജ്. ഈസ് ദാറ്റ് ഓക്കെ? സോ എഡക്കൽ, ജെറീച്ചോ, ബാഗോർ, ആദംഗർ, ബദാം ഓർമ്മയില്ലേ? മേഹർഗർ, കാറ്റലോയുക്ക്, ബിംബേദ്ക, അൽഥാമിറ, ചൗവറ്റ്, ലാസ്കാക്സ് എല്ലാം പാലിയോലിത്തിക് ഏജ് ആണ്. മനസ്സിലായോ? സോ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം നമുക്ക്. ഒന്ന്, ലെറ്റ്സ് അസസ്. ക്യാൻ ദ കേവ്സ് ബി റിഗാർഡഡ് ആസ് ദ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ? വൈ? ക്യാൻ ദ കേവ്സ് ബി റിഗാർഡഡ് ആസ് ദ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ ഡ്യൂറിങ് പാലിയോലിത്തിക് ഏജ്? ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ഇതിനകത്ത് പറയണ്ടേ? ക്യാൻ ഇറ്റ് ബി റിഗാർഡഡ് ആസ് എ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ? യെസ്, പാലിയോലിത്തിക് ഏജിൽ മെയിനായിട്ട് ദ പോപ്പുലേഷൻ ഇൻഹാബിറ്റഡ് ഇൻ ദീസ് പ്ലേസ്. 1. സോ വൈ ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് എ സെൻറ്റർ ഓഫ് ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ ആണ്. 2, നിങ്ങൾക്ക് പറയാം ദേ ഹാവ് ഡ്രോൺ പെയിൻറ്റിങ്സ്. 3, നിങ്ങൾക്ക് പറയാം അനിമൽ ഫാറ്റ് യൂസ്ഡ് ആസ് എ ലൈറ്റിംഗ് സോഴ്സ് ഇൻസൈഡ് ഫോർ ദ കേവ്സ്. കാര്യം ഹാബിറ്റേഷൻ ലൈറ്റ് വേണ്ടേ, അതിനകത്ത് വല്ല പാമ്പോ കൊണ്ടെന്നോ കണ്ടുപിടിക്കണ്ടേ. 4 എന്ന് പറയുന്നത് വി ഹാവ് ഗോട്ട് ആക്ച്വലി എ ലോട്ട് ഓഫ് റെമനൻസ് ഓഫ് ഫുഡ്, ബോൺ എക്സെട്ര ഫ്രം ദീസ് കേവ്സ്. സോ നമ്മൾ ഇൻഹാബിറ്റ് ചെയ്യുന്ന സ്ഥലത്തല്ലേ നമ്മൾ പെയിൻറ്റിങ്ങും റീക്രിയേഷനൊക്കെ ചെയ്യുന്നത്. യെസ് ഓർ നോ? സോ യെസ്, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റീജിയൻ, it can be considered as a center of human inhabitation during Paleolithic time. The Mesolithic period is termed as the age of transition from Paleolithic to Neolithic age. Why? Yes, Mesolithic time we have used blunt, rough stone. So അവിടെ നിന്നും പോളിഷ്ഡ് സ്റ്റോൺ, അതും വെരി സ്മോൾ യൂസ് ചെയ്തിരുന്ന ടൈമിലോട്ട് പോകുന്ന ആ മിഡീവൽ ടൈമാണ് മീസോലിത്തിക് എന്ന് പറയുന്നത്. യെസ് ഓർ നോ? സോ മീസോലിത്തിക് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ ബട്ട് നോട്ട് റീച്ച്ഡ് ഹിയർ. ദാറ്റ് മീൻസ് ഇറ്റ് യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ്. സോ സ്മോൾ സ്റ്റോൺ ടൂൾസ്, സ്മോൾ ടു മീഡിയം സൈസ്. ഓക്കെ, യെസ് ഓർ നോ? പിന്നെ അത് 1, സ്റ്റോണിൻ്റെ സൈസ് വെച്ച് നിങ്ങൾക്ക് പറയാം. 2, ഇറ്റ് ക്യാൻ ബി ടൈംഡ് ആസ് ഏജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം പാലിയോലിത്തിക് ടു നിയോലിത്തിക്. എങ്ങനെ? 1 എന്ന് പറയുന്നത് അവരുടെ വേ ഓഫ് ലൈഫ്. ഇവിടെ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ആയിരുന്നു മെയിൻ ആക്ടിവിറ്റി. സോ ഇവിടെ വന്നപ്പോൾ അത് ഹണ്ടിങ് ആയി ക്രൂഷ്യൽ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അതെന്തോ ആയി? ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് സെറ്റിൽഡും ഫാമിങ്ങും ആയി. ഇവിടെ ഫിഷിങ് തുടങ്ങി, ഇവിടെ ഫിഷിങ് എക്സ്പോർട്സ് ആയി. യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. ഹൗ ഡസ് ദ നിയോലിത്തിക് ഏജ് ഡിഫർ ഫ്രം ദ പാലിയോലിത്തിക് ഏജ്? നിങ്ങൾക്ക് ആൾറെഡി അറിയാം. സോ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ നിങ്ങൾ എടുക്കണം, എങ്ങനെയാണ് ആ ഡിഫറൻസ് ഉള്ളതെന്ന് അറിയാൻ. ഹൗ ഡസ് ദി
നിയോലിത്തിക് ഏജ് ഡിഫർ ഫ്രം ദ പാലിയോലിത്തിക്. ഒന്ന് നിങ്ങൾക്ക് പറയാം അവരുടെ ഫുഡ് ആക്ടിവിറ്റിയെക്കുറിച്ച് പറയാം. 2 നിങ്ങൾക്ക് പറയാം അവരുടെ ക്ലേ മോഡലിങ്ങിനെ കുറിച്ച് പറയാം. 3 സൈസ് ഓഫ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ഓക്കെ, ഇവിടെ നിയോലിത്തിക്കിനകത്തോട്ട് വരുമ്പോൾ ഒരുപാട് വുഡ് യൂസ് ചെയ്തിരുന്ന, വുഡ് ഹാൻഡ് ചെയ്തിട്ടുള്ള വെപ്പണും ടൂൾസുമാണ് അവർ ഒരുപാട് യൂസ് ചെയ്തിരുന്നത്. സ്വർണ്ണം, പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിൻ്റെ കാര്യം, അങ്ങനെ പല കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് പറയാം. ദ സ്റ്റോൺ ഏജ് വാസ് ഇമ്പോർട്ടൻറ്റ് പീരീഡ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി സബ്സ്റ്റാൻഷിയേറ്റ്. ദ സ്റ്റോൺ ഏജ് വാസ് ഇമ്പോർട്ടൻറ്റ് പീരീഡ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി സബ്സ്റ്റാൻഷിയേറ്റ്. എന്തൊക്കെ പോയിന്റ് നിങ്ങൾ അതിനകത്ത് പറയും? 1, the stone age indicate the gradual development of humans from a nature dependent animal, from a nature dependent animalistic existence to, മനസ്സിലാവുന്ന നിങ്ങൾക്ക്, from a nature dependent animalistic existence to a nature, so nature dependent ആണ് ഞാൻ പറഞ്ഞത്, animalistic existence to a nature molding settled social groups. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എഴുതിക്കോണേ നിങ്ങൾ. സോ നേച്ചർ ഡിപ്പെൻഡൻ്റ് അനിമലിസ്റ്റിക് എക്സിസ്റ്റൻസിൽ നിന്നും നേച്ചറിനെ മോൾഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് മാറി. അത് നമുക്ക് ഈ സ്റ്റോൺ ഏജിൽ നിന്നാണ് കിട്ടുന്നത്. എസ് ഓർ നോ? ദെൻ വി ക്യാൻ ഗെറ്റ് ഇൻഫോർമേഷൻ റിലേറ്റഡ് വിത്ത് the gradual change from this hunting activity to agricultural development from the study of stone age, and we get information from stone age to metal age transformation details whenever we study this stone age. So match the sites in column A and B related with that. So Altamira എവിടെയായിരുന്നു, കാറ്റലോ യുഗം എവിടെയായിരുന്നു, എടക്കൽ എവിടെയായിരുന്നു, ബാഗോർ എവിടെയായിരുന്നു? ഇടയ്ക്കൽ എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. നിയോലിത്തിക് ഏജ്. കാറ്റലോ യുഗം എവിടെയാണെന്ന് എല്ലാവർക്കും ഓർമ്മ കാണുന്നു. ചാൽക്കോലിത്തിക്. എസ് ഓർണോ? ബാഗോർ, ബാർ, മീസോലിത്തിക്, അൽത്താമിറ, പാലിയോലിത്തിക്. മനസ്സിലായോ? സോ ദാറ്റ്സ് വാട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എനിത്തിങ് ഈസ് ദെയർ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ആൻഡ് ടെക്സ്റ്റ് മീ. ഓക്കെ, താങ്ക് യു.